നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക്. നമുക്കിന്ന് അരി കൊണ്ട് ഇതുപോലെ സോഫ്റ്റായ അപ്പം റെഡിയാക്കാം. ഇതുപോലെ ആര് വന്ന് നല്ല സൂപ്പർ അപ്പം റെഡിയാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് പച്ചരി എടുക്കാം. ബൗളിൽ ഇട്ട് കൊടുത്ത് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് നല്ലപോലെ 3 പ്രാവശ്യം കഴുകി വെള്ളമൊഴിച്ച് കുതിരാൻ വെക്കണം. 2 മണിക്കൂർ നേരത്തേക്ക്. 3 മണിക്കൂർ നേരം വെച്ചാലും നല്ലത് തന്നെയാണ്. 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അരി അരച്ച് കൊണ്ടുവരണം. ജാറിലിട്ട് കൊടുക്കുക. എല്ലാം ഒന്നിച്ച് അരക്കാൻ പറ്റില്ല, അതുകൊണ്ട് 2 പ്രാവശ്യം അരച്ചെടുക്കുക. ഇനി ഒരു ബൗൾ തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അത് 2 പ്രാവശ്യം അരക്കേണ്ടി വരും. ഒരു ബൗളിൽ വെളുത്തി അവിലും എടുത്ത് അതും പകുതി എടുത്ത് അരക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത്രയും ഒഴിച്ചാൽ മതി. ഇനി അരച്ച് കൊണ്ടുവരാം. ഇനി ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നൈസായി അരച്ചെടുക്കാം. രണ്ടാമതും അരച്ചെടുത്ത് അതും കൂടി ഒഴിച്ച് കൊടുക്കാം. ജാറിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. അതുകൂടി മാവിൽ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒരു 2 മണിക്കൂർ നേരത്തേക്ക് അടച്ചു വെക്കണം. അടച്ചു വെച്ച് 2 മണിക്കൂർ കഴിയട്ടെ. 2 മണിക്കൂർ ആയിക്കഴിഞ്ഞ് അടപ്പെടുത്ത് ഇനി ഇളക്കി നോക്കാം. കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കണം. 1/4 സ്പൂൺ പഞ്ചസാര ചേർത്ത്, ഇത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ചേർത്ത് 1/4 ടീസ്പൂൺ നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പുണ്ടോ നോക്കാം. ഉപ്പുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതായാലും നല്ലതാണ്. അടുപ്പത്ത് ഒഴിച്ച് കൊടുത്ത് ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നിട്ട് അടച്ചു വെക്കാം. തുറന്ന് നോക്കാം. തിരിച്ചിടാം. അപ്പം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ അപ്പമാണ്. അതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.